കനകം മൂലം കാമിനി മൂലം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ മലപ്പുറത്തും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പേരെടുത്ത് പറയാതെ പറഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസുകളിൽ പ്രതികളെ പിടിക്കരുതെന്ന് പോലീസിനോട് നിർദ്ദേശം നൽകാനാകില്ലെന്നും. മറ്റൊന്നുകൂടി പറഞ്ഞു, പി ശശി മുമ്പാകെ അത്തരത്തിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാലും സർക്കാർ അത് ചെയ്യില്ലെന്ന്. അങ്ങനെ വഴിവിട്ട് സ്വർണ്ണക്കടത്തുകാരെ കേസിൽ നിന്നും ഒഴിവാക്കാനോ അവരെ പിടികൂടാതെ പിന്മാറാനോ പോലീസ് ശ്രമിച്ചാൽ പോലീസും അവർക്ക് നിർദ്ദേശം നൽകുന്നവരും തൽസ്ഥാനങ്ങളിൽ ഉണ്ടാകില്ലെന്നും. ഇപ്പോഴാണ് കാര്യങ്ങൾ ഒരല്പം കൂടി വ്യക്തമായത്. സ്വർണ്ണക്കടത്ത് കേസാണ് PV അൻവറും P ശശിയും തമ്മിലുള്ള തർക്കങ്ങളുടെ മൂല കാരണം. അവർ പറഞ്ഞ ശുപാർശകൾ P ശശി മൈൻഡ് ചെയ്തില്ല. അതാണ് P ശശിക്കെതിരെയും ADGP അജിത് കുമാറിനെതിരെയും SP സുജിത് ദാസിനെതിരെയും ആരോപണങ്ങളുമായി അൻവറിന് ഇറങ്ങേണ്ടി വന്നത്. അതാണ് CPM സെക്രട്ടറി ആവശ്യപ്പെട്ടത് PV അൻവർ ഇത്തരം പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന്. വിഷയം പാർട്ടി അന്വേഷിക്കുകയാണെന്ന്. ഇപ്പോൾ കാര്യം കൂടുതൽ വ്യക്തമാകുന്നു. അൻവറിൻ്റെ ശുപാർശ കേൾക്കാത്ത പൊളിറ്റിക്കൽ സെക്രട്ടറി, അൻവറിൻ്റെ വരുതിക്ക് നിൽക്കാത്ത ADGP, മറ്റ് IPSകാർ, ഇവരൊക്കെയാണ് അൻവറിൻ്റെ ലക്ഷ്യം. മലപ്പുറം SP ശശിധരൻ്റെ വിക്കറ്റ് തെറിപ്പിച്ചതിന് ഞെളിഞ്ഞു നടന്ന PV അൻവർ ശരിക്കും തൻ്റെ ശുപാർശ കേൾക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് തെറിപ്പിച്ചതെന്ന് സർക്കാരിനും കേരളത്തിനും ഇപ്പോഴാണ് വ്യക്തമായത്. എന്നിട്ടും കലിയടങ്ങാതെ അൻവർ ADGPയെ തെറിപ്പിക്കുക എന്ന അടുത്ത ലക്ഷ്യത്തോടെ നീങ്ങിയപ്പോഴാണ് അത് അവിടം കൊണ്ട് അവസാനിക്കില്ലെന്നും അടുത്ത ലക്ഷ്യം P ശശിയാണെന്നും അടുത്തത് താനാണെന്നും മുഖ്യമന്ത്രിക്ക് വ്യക്തമായത്. ഇതോടെയാണ് അൻവറിനെതിരെ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചതും. എന്തായാലും അൻവർ അല്പം അടങ്ങിയിട്ടുണ്ട്. പാർട്ടിക്ക് വഴങ്ങി PV അൻവർ MLA താൽക്കാലികമായി പരസ്യ പ്രസ്ഥാനങ്ങൾ അവസാനിപ്പിക്കുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് കഴിഞ്ഞു. പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ, നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരാണ് പോരാട്ടം. തൻ്റെ നടപടി സഖാക്കളെ വേദനിപ്പിച്ചാൽ ക്ഷമ ചോദിക്കുന്നു. ഇതാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. പക്ഷേ അൻവറിനെ വിടാതെ പിന്തുടരാനാണ് CPMന്റെ തീരുമാനം. UDFലും അൻവറിനെ അവർ തടയിട്ട് കഴിഞ്ഞു. CPMലെ അൻവർ വിരുദ്ധ വിഭാഗം. അൻവറിന് UDFൽ സ്ഥാനമില്ല എന്നാണ് UDF കൺവീനർ MMSന്റെ നിലപാട്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് UDF CPMനോട് ആവശ്യപ്പെടുന്നു. സ്വർണ്ണക്കടത്തുകാരുടെയും ഹവാല ഇടപാടുകാരുടെയും വക്താവാണ് അൻവറെന്ന് മുഖ്യമന്ത്രി പരോക്ഷമായി പറഞ്ഞെന്നും ഇനി തങ്ങൾക്ക് വേണ്ടെന്നും MMS നിലപാടെടുക്കുന്നു. അതുതന്നെയാണ് വാർത്താ സമ്മേളനത്തിലൂടെ പിണറായി വിജയൻ ഉദ്ദേശിച്ചതും. പാർട്ടിക്ക് ദോഷം വരുന്ന നിലപാടുകൾ പരസ്യമായി ഉയർത്തിക്കാട്ടുന്ന നിലമ്പൂർ MLA PV അൻവർ നിലപാട് തിരുത്തണം എന്ന ആവശ്യമാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അൻവറിന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ ശത്രുക്കൾ മുതലെടുക്കുന്നു. അൻവർ നിലപാട് തിരുത്താൻ തയ്യാറാകണം, പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പിന്മാറണം എന്നീ കാര്യങ്ങളിലാണ് പരസ്യ പ്രസ്താവനയുടെ പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത് അൻവറിനോടം ഇത്തകാലം നിന്ന CPM പ്രവർത്തകരും അണികളുമാണ്. അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്നല്ല, അൻവറിനോട് പരസ്യ പ്രതികരണങ്ങൾ അവസാനിപ്പിക്കണം എന്ന അഭ്യർത്ഥനയാണ് CPM നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് CPM എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമേ അണികൾക്കെതിരെ മനസ്സിലാകാതെയുള്ളൂ. ഇനി അങ്ങോട്ട് അൻവറിനൊപ്പം നിൽക്കണോ അതോ തള്ളിപ്പറണോ എന്നാണ് അണികളുടെ ആശയക്കുഴപ്പം. ഇനി അൻവർ CPMൽ ഉണ്ടാകുമോ അതോ പുറത്തേക്ക് പോകുമോ എന്ന ആശയക്കുഴപ്പവും അണികൾക്കുണ്ട്. ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ അൻവർ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് പതിവായതോടെ കടുത്ത ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. അതേ നിലപാടിലാണ് പാർട്ടിയുടെ വിമർശനം. മുതിർന്ന പാർട്ടി നേതാക്കൾ അൻവറിനെതിരെ പരസ്യമായി ഇതാ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അൻവറിനെ അനുകൂലിച്ചും ഒരു വിഭാഗം CPM നേതാക്കളുണ്ട്. രണ്ടും കൽപ്പിച്ചിറങ്ങിയ അൻവറിന്റെ നിലപാടുകൾ പാർട്ടിക്ക് ഇനിയും തലവേദന ഉണ്ടാക്കും എന്ന സാഹചര്യത്തിലാണ് അൻവറിനെ തള്ളി CPM രംഗത്തെത്തിയത്. ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയതോടെ MLA എങ്ങനെ നിലക്കി നിർത്തണം എന്ന ആശയക്കുഴപ്പവും CPMനകത്തുണ്ട്. സൈബർ സഖാക്കളിൽ ഒരു വിഭാഗത്തിൻ്റെ സോഷ്യൽ മീഡിയ പിന്തുണ അൻവറിനുണ്ട്. അതുകൊണ്ട് തന്നെ അഴിക്കുന്തോറും മുരുകുന്ന കുരുക്കാകുകയാണ് അൻവർ പാർട്ടിക്ക്. ആരെയും തനിക്ക് പേടിയില്ലെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി തെറ്റ് സംഭവിച്ചിരിക്കുന്നെന്ന് ഉറക്കെ പറഞ്ഞ അൻവറിൻ്റെ പാർട്ടിയിലെ ഭാവി തന്നെ ചോദ്യചിഹ്നം. അത് CPMന്റെ കാര്യം. സ്വർണ്ണക്കടത്തും മറ്റും അനുബന്ധ വിഷയങ്ങളുമാണ് അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായതോടെ അൻവറിന്റെ ആരോപണങ്ങളിൽ അൻവറിനെതിരെ മലപ്പുറത്ത് നടന്ന ഇടപാടുകളിലാണ് അന്വേഷണം നടത്തേണ്ടതെന്നാണ് ഇപ്പോൾ പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ആവശ്യം. എന്തായാലും അൻവറിന്റെ വർഗീയ മുഖവും സ്വർണ്ണക്കടത്ത് മുഖവും ഒക്കെ കൂടുതൽ തെളിഞ്ഞു വരുമെന്നാണ് പോലീസിലെ സംസാരം. DGP ഷെയ്ഖ് ദർവേസ് സാഹിബാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കേസന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ തലവൻ. എന്തായാലും ഭാവിയിൽ ഈ ടീമിന്റെ അന്വേഷണം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കാൾ അൻവറിനെതിരായ സ്വർണ്ണക്കടത്തടക്കമുള്ള ആരോപണങ്ങളിലേക്കുള്ള അന്വേഷണം എന്നതായി മാറുമോ എന്നാണ് ഇപ്പോൾ പോലീസ് സേന ഉറ്റുനോക്കുന്നത്. എന്തായാലും അൻവറിന്റെ വർഗീയ മുഖവും സ്വർണ്ണക്കടത്ത് മുഖവും ഒക്കെ കൂടുതൽ തെളിഞ്ഞു വരുമെന്നാണ് ഇപ്പോൾ പോലീസിനുള്ളിലെ സംസാരം.